ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാനാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി എൻ കുമാരൻ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറം ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിക്കുന്നത് 1887 അവിടെ ശിവപ്രതിഷ്ഠ നടത്തുന്നത് 1888 ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. മംഗലാപുരത്തെ ബില്ലവർക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം. ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നത് 1912 അപ്പോൾ ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നത് 1912 അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം. ശിവഗിരി ശാരദാ പ്രതിഷ്ഠ സ്ഥാപന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗൗരീശ്വര ക്ഷേത്രമാണ്. ചേറായിലെ ഗൗരീശ്വര ക്ഷേത്രം. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലത്തിലാണ്. വിളക്കമ്പലം തൃശ്ശൂർ കാരമുക്കിലുള്ള വിളക്കമ്പലത്താണ് ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തുന്നത്. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയത് മുരുക്കുംപുഴ ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവങ്കോടും ഉല്ലലയും. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ഇനി ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലലയാണ്. ശ്രീനാരായണ ഗുരു സമാധിയാകുന്നത് ശിവഗിരിയിൽ വെച്ചാണ്. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറമെന്നാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധി ആയപ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് വെള്ള നിറത്തിലുള്ള വസ്ത്രമായിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു.